ഇപ്പോൾ മുണ്ടക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നൂറുദ്ദീൻ നമുക്കൊപ്പം ചേരുന്നു. നൂറുദ്ദീൻ രാഘവൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാഘവൻ, നമസ്കാരം. മുണ്ടക്കൈയിൽ എന്താണ് അവസ്ഥ? ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ല. മുണ്ടക്കൈ പ്രദേശത്ത് നിരവധി ആളുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ചളിയിൽ നിന്നും കൈകൾ ഉയർത്തി കാണിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ വല്ല ഹെലികോപ്റ്ററിലോ മൊത്തം ഉണ്ടെങ്കിൽ ഈ കാണുന്ന ആളുകളെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ളൊരു വലിയൊരു വിഷമത്തിലാണ്. ശ്രീ രാഘവൻ, ഒരു നിമിഷം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? ചെളിയിൽ ആളുകൾ കൈകൾ ഉയർത്തി കാണിക്കുന്നു എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? മുണ്ടക്കൈ സ്കൂളിന് തൊട്ടടുത്ത്. മുണ്ടക്കൈ സ്കൂൾ കെട്ടിടം തകർന്നു പോയി, ബാക്കി കുറച്ച് കെട്ടിടം കൂടി ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് ആളുകൾ കൈ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വളരെ ചളിയിൽ മുങ്ങിയിട്ട് നമ്മളിങ്ങനെ കണ്ട് നിസ്സഹായരായി നിൽക്കുകയാണ്. ആൾക്കാർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. സമീപത്ത് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നു, ആളുകൾ കൈ ഉയർത്തി കാണിക്കുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഹെലികോപ്റ്റർ അവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി കെ രാജൻ പറഞ്ഞത് പ്രകാരം അരമണിക്കൂറിനുള്ളിൽ ഹെലികോപ്റ്റർ ആ ഭാഗത്തേക്ക് എത്തും. പക്ഷേ ഹെലികോപ്റ്റർ അവിടെ എത്തിയാൽ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലാവസ്ഥ ഇപ്പോഴുണ്ടോ അവിടെ? ഇപ്പൊ മഞ്ഞ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല തെളിച്ചുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മുണ്ടക്കൈ സ്കൂളിൽ തൊട്ടടുത്താണ് ഈ മനുഷ്യനെ കാണുന്നത്. വീടിനുള്ളിൽ കുറച്ച് ആൾക്കാർ കൂടിയുണ്ട്. അവരെ മാറ്റാൻ വേണ്ടി പ്രാദേശികമായിട്ടുള്ള കുറച്ച് ആൾക്കാർ ശ്രമം നടത്തുന്നു. പക്ഷെ അവരെ കയ്യിൽ യാതൊരുവിധ എക്വിപ്മെന്റ്സും ഇല്ല. അതിന്റെ ഒരു അവിടേക്ക് എത്തുന്നുണ്ട്. എനിക്ക് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകർ എന്നാണ് ദീപക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ വാർത്താ സംഘത്തിൽപ്പെട്ടവരും അവിടെയുണ്ട്. അപ്പോൾ ഈ ചെളിയിൽപ്പെട്ടയാൾ ഏകദേശം പാതി പുഴയുടെ നടുക്കാണോ നിൽക്കുന്നത്, അതോ ഈ അല്ല, ഇടിഞ്ഞു വന്ന് സൈഡ് കരയിലേക്കാണ്. പക്ഷെ അത് മീറ്ററുകളോളം ദൂരത്താണ് നിൽക്കുന്നത്. അങ്ങോട്ട് കടക്കാൻ ആർക്കും പറ്റുന്നില്ല. രക്ഷാപ്രവർത്തകർ മാക്സിമം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെളിയിൽപ്പെട്ട ഒരാളുടെ ദൃശ്യമേ കാണുന്നുള്ളൂ താങ്കൾ? ഇപ്പൊ നിലവിൽ ഒരാൾ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, അയാളോട് വിളിച്ചു പറയൂ, അല്പസമയത്തുള്ള അവിടെ എത്തും. അത് ശ്രമം തുടരുക. ഇപ്പൊ ഇവിടുന്ന് മാക്സിമം സൗണ്ടിൽ പറഞ്ഞു അനങ്ങാതിരിക്കുവോ, അനങ്ങി കഴിഞ്ഞാൽ താന്നു പോകേണ്ട ആള്. കുറെ നേരം കൈ ഇപ്പൊ തല മാത്രം കാണാൻ കഴിയുന്നുള്ളൂ. അദ്ദേഹത്തോട് അനങ്ങാതെ അവിടെ നിൽക്കാൻ പറയുക. അവിടെ എത്തുന്നുണ്ട്. എന്തെങ്കിലും ഇട്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ, വല്ല കയറോ വടമോ എന്തെങ്കിലും ഒന്ന് ഇട്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ അവിടേക്ക് അതൊന്ന് പിടിച്ചു നിൽക്കാൻ മാത്രം പറയുക. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ രക്ഷാപ്രവർത്തക സംഘം എത്തും. തീർച്ചയായിട്ടും രാഘവൻ തുടരുക. ഒരു കാര്യം കൂടി രാഘവൻ, അവിടെയുള്ള മറ്റ് വീടുകൾ എത്രത്തോളം തകർന്നു എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നമുക്കുണ്ടോ ഇപ്പോൾ? ഇപ്പൊ ഒന്നും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. എന്താ പാടെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് ഒരു വലിയ പ്രദേശം. മുണ്ടക്കൈയിൽ നിന്ന് തുടങ്ങുന്നത് ചൂരൽമല പ്രദേശം, വലിയൊരു പ്രദേശം ആകെപ്പാടെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഓക്കെ രാഘവൻ, ഞങ്ങൾ അങ്ങുമായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും അങ്ങ് ബന്ധപ്പെടുക. ഞങ്ങൾ ഈ വിവരം ഒന്ന് ധരിപ്പിച്ചു കൊള്ളട്ടെ. അങ്ങ് പറഞ്ഞ ഈ വിവരം നമ്മൾ അധികാരികളെ കൂടി ഒന്ന് ധരിപ്പിക്കുന്നു. ഇത് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ നമുക്ക് ധരിപ്പിക്കണമെന്നുള്ള മുണ്ടക്കൈ സ്കൂളിൽ ഒരു ലൊക്കേഷൻ കൂടി മിനിസ്റ്റർക്ക് അയച്ചു കൊടുക്കുക. ഈ മുണ്ടക്കൈ സ്കൂളിൻ്റെ ഭാഗത്ത് ഒരാൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അയാളുടെ കഴുത്തോളം ചെളിയിൽ മുങ്ങി നിൽക്കുന്നു എന്നാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ രാഘവൻ പറയുന്നത്. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അദ്ദേഹത്തെ രക്ഷിക്കേണ്ടതുണ്ട്. അദ്ദേഹം കൈകൾ ഉയർത്തി കാണിക്കുന്നു. പക്ഷേ ഇവർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നാണ് ശ്രീ രാഘവൻ നമ്മളോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തക സംഘത്തിന് അവിടേക്ക് ഉടൻ എത്തിച്ചേരേണ്ടതുണ്ട്. റെസ്ക്യൂ നടത്തുന്നവരുടെ ശ്രദ്ധിക്കുക. നമ്മുടെ ദീപക് മോഹനോട് കൂടി ഒന്ന് പറയുക. ദീപകിന് ടെലി കണക്റ്റഡ് ആണെങ്കിൽ ദീപക്, ഈ മുണ്ടക്കൈ സ്കൂളിൻ്റെ ഭാഗത്ത് ഒരാൾ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തക സംഘത്തോട് ഈ മുണ്ടക്കൈ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് എത്താൻ പറയണം. അവിടെ ഒരാൾ ഇപ്പോൾ ചെളിയിൽ പൂണ്ട് കിടപ്പുണ്ട് എന്ന് വാർഡ് മെമ്പർ രാഘവൻ വിളിച്ചു പറയുന്നു. അദ്ദേഹം സഹായത്തിന് വേണ്ടി കൈകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. നമുക്ക് രക്ഷാപ്രവർത്തകർ ഒന്നോ രണ്ടോ ആളുകളോട് ഒരു കയറോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുമായിട്ടോ അങ്ങോട്ട് എത്തണം. അവിടെ കുറച്ച് പേർ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ആ സ്കൂളിൻ്റെ ഭാഗത്ത്.